സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിലാകെ നടക്കുന്ന ഡൗറി മരണങ്ങൾ എത്രയാണെന്നറിയോ? ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രി ഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2017-നും 2022-നും ഇടയിലുള്ള എല്ലാ വർഷവും ഏകദേശം 7000 ഡൗറി മരണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഇത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കേസുകൾ വേറെയുമുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ ഡൗറിയുമായി ബന്ധപ്പെട്ട ഹരാസ്മെന്റ് കേസുകളുടെ എണ്ണം കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. എല്ലാ വർഷവും ഏകദേശം 5000 ഡൗറി ഹരാസ്മെന്റ് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഡൗറി ഹരാസ്മെന്റ് കേസുകൾ ഇങ്ങനെ കുത്തനെ കൂടാൻ എന്തായിരിക്കും കാരണം? 3 പ്രധാന കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. അതിൽ ആദ്യത്തേത് വിവാഹ മാർക്കറ്റിൽ സ്വർണത്തിനോടുള്ള താല്പര്യമാണ്. നമ്പർ 1, മാഡ് റഷ് ഫോർ ഗോൾഡ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെ ചിന്തിപ്പിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. അയൽവീട്ടുകാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്വർണം സ്ത്രീധനം നൽകണമെന്നാണ് ആളുകളുടെ ചിന്ത. ഞാൻ എൻ്റെ മകളെ ഇത്ര പവൻ നൽകി ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് വിവാഹം സംബന്ധിച്ച് മാതാപിതാക്കളുടെ സംസാരം. ശ്രീ സതീദേവി പറഞ്ഞ പോലെ മലയാളികൾ സ്റ്റാറ്റസ് സിംബലായി കാണുന്ന ഒരു കാര്യമാണ് വിവാഹത്തിന് കൂടുതൽ സ്വർണം കൊടുക്കുക എന്നത്. ഇനി അഥവാ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്വർണം കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക. അത് വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിൽ മറ്റുള്ളവരുമായുള്ള കമ്പാരിസണിലും അവസാനം ഡൗറി ഹരാസ്മെന്റിലും ചെന്ന് അവസാനിക്കുന്നു. മലയാളികൾക്ക് സ്വർണത്തിനോടുള്ള കമ്പം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇനി പറയാൻ പോകുന്ന കണക്ക് കേട്ടാൽ മാത്രം മതി. ഇന്ത്യയുടെ മൊത്തം ഗോൾഡ് കൺസംഷന്റെ 20% കേരളത്തിലാണ്. ഡൗറി ഹരാസ്മെന്റ് കേസുകൾ കൂടി വരുന്നതിന് പിന്നിലെ രണ്ടാമത്തെ കാരണം എന്തെന്ന് ഇനി നോക്കാം. നമ്പർ 2, ലാവിഷ് വെഡിങ്. ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന വിവാഹങ്ങൾ ഓർമ്മയില്ലേ? അന്നൊക്കെ വെറും 2 ദിവസമായിരുന്നു വിവാഹ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 3 മുതൽ 4 ദിവസം വരെ നീളുന്നു. പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന മെഹന്തി, ഹൽദി, സംഗീത് തുടങ്ങിയ ചടങ്ങുകൾ ഇന്ന് കേരളത്തിലും വളരെ കോമൺ ആയിരിക്കുന്നു. അതുപോലെ മലയാളികൾക്കിടയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്. കുമരത്ത് വെച്ച് സാധാരണ നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ ബജറ്റ് 30 ലക്ഷത്തിനും 1 കോടി രൂപയ്ക്കും ഇടയിലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി, ഭക്ഷണം, ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയ ചെലവുകൾക്കായി നല്ലൊരു സംഖ്യയാണ് മലയാളികൾ പൊടിപൊടിക്കുന്നത്. മറ്റുള്ളവരുമായി മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. ഇത് കാരണം പെൺകുട്ടികളുടെ വീട്ടുകാർ ഒരുപാട് പണക്കാരാണെന്ന തെറ്റിദ്ധാരണ പയ്യന്റെ വീട്ടുകാർക്ക് ഉണ്ടാവുന്നു. ഇത് ചെന്ന് അവസാനിക്കുന്നത് ഡൗറി ഹരാസ്മെന്റിൽ തന്നെയാണ്. ഇനി ഡൗറി ഹരാസ്മെന്റ് കേസുകൾ കൂടി വരാനുള്ള മൂന്നാമത്തെയും ഏറ്റവും പ്രധാനവുമായ കാരണം നോക്കാം. നമ്പർ 3, ഹ്യൂജ് ലോൺ എമൗണ്ട്സ്. പല മാതാപിതാക്കളും മക്കളുടെ വിവാഹ ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് ലോൺ എടുത്താണ്. വെഡ്ഡിംഗ് ലോണുകൾക്കുള്ള ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 9.99% മുതൽ 24% വരെയാണ്. പ്രോസസിംഗ് ഫീ ആകട്ടെ ലോൺ എമൗണ്ടിന്റെ 1% മുതൽ 4% വരെയാണ്. എന്നാൽ ലോണിന്റെ തിരിച്ചടവ് മിസ്സായി കഴിഞ്ഞാലോ? പീനൽ ചാർജ് മുതൽ ലീഗൽ ആക്ഷൻ വരെയുള്ള പല പ്രശ്നങ്ങളും ഇത് കാരണമുണ്ടാകും. ഒരുപാട് മാതാപിതാക്കൾ പെൺമക്കളുടെ ഡൗറി കൊടുക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. എന്നാൽ പല കേസുകളിലും കൊടുത്തതിൽ കൂടുതൽ ഡൗറി ആവശ്യപ്പെട്ട് പെൺകുട്ടിയെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഹരാസ് ചെയ്യുന്നു. ഇത് കാരണം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വീണ്ടും വരുന്നത്. ഇനി അഥവാ വിവാഹം ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക. ലോണിന്റെ EMI വർഷങ്ങളോളം അടയ്ക്കേണ്ട വൻ ബാധ്യതയാണ് പാരന്റ്സിന് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീധനം എന്ന കസ്റ്റം നമ്മുടെ സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കേണ്ടതുണ്ട്. ഇനി പറയൂ, ഡൗറി കേസുകൾ കൂടി വരുന്ന ഇക്കാലത്ത് ആഡംബര വിവാഹങ്ങൾക്ക് ടാക്സ് ചുമത്തണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.